ചേട്ടാ, മലപ്പുറം പരാമർശം, നേരത്തെ മലപ്പുറത്തിന്റെ പരാമർശത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ഇത് ഇപ്പോൾ വന്ന് കുടുങ്ങിപ്പോയത് വെള്ളാപ്പള്ളി നടേശനാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ പറയേണ്ടതുണ്ട്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്. പ്രത്യേക രാജ്യത്ത് ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള പിന്നാക്കക്കാർ. സ്വതന്ത്രമായ വായു ശ്വസിച്ച് മലപ്പുറത്ത് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിങ്ങനെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്നുള്ളതിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തിനെ നോക്കിക്കാണുക? അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? വാസ്തവം ഇല്ലേ? സത്യത്തിൽ മലപ്പുറം മറ്റൊരു ജില്ലയാക്കണം എന്ന് തന്നെയുള്ള ഒരു രീതി ഉണ്ടായിരുന്നു, ഒരു സംസാരം ഉണ്ടായിരുന്നു. അവിടെയുള്ള നടക്കുന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. മതസൗഹാർദ്ദമൊക്കെ മാറ്റിവെക്കുക, ബാക്കി കാര്യങ്ങൾ ചില അജണ്ടകൾ അവിടെ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടന് എന്താണ് അതിൽ പറയാനുള്ളത്? അതായത് ഈ മലപ്പുറം പരാമർശത്തിന് വെള്ളാപ്പള്ളി നടേശൻ അത് വെറുതെ അതായത് പ്രസംഗത്തിൽ ഒരു വേള എന്തോ ചെറുതായി ഒന്ന് പറഞ്ഞു പോയതിനെ എടുത്ത് പൊക്കി അങ്ങനെ വലിയ പ്രശ്നമൊക്കെയായിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം, മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേക രീതിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ പറഞ്ഞതിന് ഈ നിമിഷം വരെ അദ്ദേഹം അതിന്റെ വ്യാഖ്യാനവും പറഞ്ഞു. ഈ നിമിഷം വരെ കോൺഗ്രസോ CPM-ഓ വലിയ നേതാക്കളോ ആരും അതിനെ ഏറ്റെടുത്തിട്ടില്ല. ഈ മാധ്യമങ്ങൾ ഇതിനെ വെച്ച് ആഘോഷിച്ചു. അദ്ദേഹം ഇതൊക്കെ പറഞ്ഞു മലപ്പുറത്തിന്. അപ്പം ലീഗുകാർ അതിനെ ഏറ്റെടുത്തു, മുസ്ലിം ലീഗ് അതിനെ ഏറ്റെടുത്തു. മലപ്പുറം അവരുടെ സ്വന്തം രാജ്യമാണ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ ലീഗുകാരുടെ സ്ഥലമാണ്. മലപ്പുറം സമം ലീഗ് എന്ന രീതിയിൽ മുസ്ലിം മെജോറിറ്റി എന്ന് പറഞ്ഞാൽ അവരതിനെ അങ്ങ് ഏറ്റുപിടിച്ചു. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെയൊന്നും ചിന്തിച്ചായിരിക്കില്ല. അദ്ദേഹം ഒരു ഈഴവ സ്നേഹം, കടുത്ത ഒരു ഈഴവ സ്നേഹത്തിൻ്റെ ഒരാളാണ്. ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന SNDP എന്ന് പറയുന്ന സമുദായത്തിന് വേണ്ടി അദ്ദേഹം അങ്ങ് അഘോരാത്രം നിൽക്കുന്ന ഒരു നേതാവാണ്. അത്ര മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹം സംസാരിച്ചത് മലപ്പുറത്ത് ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു ഇതുമില്ല. മലപ്പുറത്ത് ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഹിന്ദുക്കളായിരിക്കും. ഹിന്ദുക്കളിൽ ആരായിരിക്കും? ഈഴവാസായിരിക്കും. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ അദ്ദേഹം വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് രാവിലെ രാജശേഖര സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റില്ലെന്നാണ് പറഞ്ഞത്. അതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു കടുത്ത ഹിന്ദുത്വവാദിയായ ഒരു മനുഷ്യനാണ്. നമ്മൾ സംസാരിച്ച വ്യക്തി രാജശേഖരൻ സാറ് സംസാരിച്ചത്, അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ആ പറഞ്ഞതിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, ഇവിടുത്തെ ഹിന്ദു സമുദായം യോജിക്കുന്നു എന്നാണ്. ആയിരിക്കാം അദ്ദേഹം, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹം സംസാരിക്കുന്നത് അത്രയും ഈ പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു വസ്തുത ഉള്ളത് കൊണ്ട് 36% വോട്ട് ബാങ്ക്. നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഇത്രയും ഭരിച്ച് മുടിച്ച് കോണം വരെ വിറ്റ് ജീവിക്കുന്ന ഈ സർക്കാർ ഇനി വീണ്ടും ഭരണത്തിൽ വരുമെന്ന് ആരാണ് പറഞ്ഞത്? സാധാരണക്കാരാണ്. അതാണ് അവരുടെ അല്ല, കോണം വരെ നമ്മൾ വിറ്റ് ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിനെതിരെ അർത്ഥം അത് തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് പറയുമ്പോൾ ഈ ആരാ ഭരണത്തിൽ വരുമെന്ന് വീണ്ടും പറയുന്നത് ആരാ? വെള്ളാപ്പള്ളിയാണ് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന നേതാവാണ് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന നേതാവിൻ്റെ വാക്കിന് ഒരു വിലയുണ്ട്. അദ്ദേഹം എന്ത് പറയുന്നു? അദ്ദേഹം ചുമ്മാ പറയില്ല. അദ്ദേഹത്തിന് പ്രസംഗം പഠിപ്പിക്കാൻ തന്നെ ആളുണ്ട്. ഇപ്പം എത്രയോ തവണ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ മീഡിയയുമായി ബന്ധപ്പെട്ട് കാര്യം പറയാനായിട്ട്. അദ്ദേഹം തന്നെ ഫോൺ കൊടുത്താൽ അദ്ദേഹം സംസാരിക്കും. വലിപ്പ ചെറുപ്പമില്ലാതെ ഏത് മാധ്യമ പ്രവർത്തകരുടെ അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം പഠിച്ചാണ് പറയുന്നത്. ഈ പറഞ്ഞ് ഒഴുക്കം മട്ടിലിങ്ങനെ പറഞ്ഞു പോയെങ്കിലും മലപ്പുറം എന്ന് കേട്ടാലോ മുസ്ലിം എന്ന് കേട്ടാലോ ഉടനെ തീവ്ര വികാരം ഉണ്ടാക്കുന്ന ഇവിടുത്തെ കുറേ മുസ്ലിം സമുദായ അംഗങ്ങളുണ്ട്, മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കളുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ ഇപ്പൊ ഇത്രയും പറഞ്ഞ ഇവർ തന്നെ വഖഫിന്റെ വന്നപ്പോൾ മുസ്ലിം വോട്ട് വാങ്ങി ജയിച്ച ഇവിടുത്തെ പ്രിയങ്ക ഗാന്ധി ഇവിടുന്ന് അവരെ ചേട്ടന് ഇതിനു മുമ്പ് ഇവിടുന്ന് ജയിച്ചു പോയി. വയനാട്ടിലെ ഹാർഡ് കോർ വോട്ട് ശതമാനം ആരതാ? മുസ്ലിങ്ങളതല്ലേ. എന്നിട്ട് അവരോ അവരുടെ ജ്യേഷ്ഠനോ ഒരു ചെറു വിരൽ ലോകസഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ അവരിയ്ക്കുന്ന സീറ്റ് ഇരുന്നുകൊണ്ട് അവർ ചെയ്തിട്ടുണ്ടോ? അവർ എവിടെയോ ഇരിക്കട്ടെ, ലോകസഭയിൽ രാജ്യസഭയിൽ എവിടെ, ലോകസഭയിലാണ് അവരിയ്ക്കുന്നത്, ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇത് പറഞ്ഞ ഉടനെ ഇവിടെ മതം എന്ന് പറയുമ്പോൾ അങ്ങ് പ്രത്യേകിച്ച് മുസ്ലിം എന്ന് എന്ന് കേട്ടാൽ മതി. മായും മലപ്പുറവും അത് രണ്ടും മായ. ഇത് കേട്ടാൽ ഉടനെ അങ്ങ് ചാടി വീഴും. അല്ല, അതിൽ പിന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഉടൻ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ അവരുടെ പ്രമുഖരായ റിപ്പോർട്ടർമാർ അവരുടെ അന്നത്തെ വട്ടമേശ ചർച്ചയിൽ മലപ്പുറത്തെക്കുറിച്ച് നിങ്ങൾക്ക് വെള്ളാപ്പള്ളിക്ക് എന്തറിയാം എന്നൊക്കെ ചോദിച്ച് മലപ്പുറത്തിൻ്റെ മഹിമയെക്കുറിച്ച് അങ്ങ് നിരത്തി അങ്ങ് പറഞ്ഞു. അത്രയ്ക്കൊന്നും പറയാൻ അദ്ദേഹം പറഞ്ഞില്ലെന്നേ എനിക്ക് തോന്നിയുള്ളൂ. അതായത് എനിക്ക് തോന്നിയ ഒരു കാര്യം, എനിക്ക് തോന്നിയത്
വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സാമുദായിക നേതാവ്, അതെ, ആ നേതാവ് ഒരിക്കലും വെറുതെ വന്ന് പറഞ്ഞതല്ല. അല്ല, അദ്ദേഹം പറയേണ്ട സ്ഥലത്ത് പറയുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇത് കഴിഞ്ഞതിന് ശേഷം വിശദീകരണവുമായിട്ടെത്തി. വിശദീകരണവുമായി എത്തി. അദ്ദേഹം ചോദിക്കുന്നത്, ഈ മതേതരവാദികൾ എന്ന് പറയുന്നവർ അവരുടെ കാര്യം വരുമ്പോൾ മതത്തിന്റെ പേരിൽ ഒന്നാകുന്നവരാണ്. അതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം നമുക്ക് മറുത്തു പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഇല്ല എന്ന് തന്നെ പറയുള്ളൂ. എന്നിട്ട് എന്നെ ശക്തമായി എതിർക്കുകയും ഞാൻ വർഗീയത പരത്തുന്നുവെന്ന് പറയുകയും ചെയ്യും. യഥാർത്ഥത്തിൽ വർഗീയത പുലർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? അത്ര മതേതരത്വം പറയുന്നവർ എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ മലപ്പുറത്ത് നിർത്താത്തത്? അതെ, മലപ്പുറത്ത് ധാരാളം ഹിന്ദുക്കളില്ലേ? അവിടെ മുസ്ലിം ലീഗിന് എത്ര പഞ്ചായത്ത് മെമ്പർമാർ ഹിന്ദുക്കളായുണ്ട്? എത്ര ഈഴവർ അവർക്ക് മെമ്പറാണ്? അവിടെ 44% ഹിന്ദുക്കൾ ഉണ്ടായിട്ടും മതേതരത്വം വീമ്പിളക്കുന്ന മുസ്ലിം ലീഗുകാർ നാളിതുവരെ ഒരു ഹിന്ദുവിനെ എങ്കിലും നിർത്തിയിട്ടുണ്ടോ? ഇത് കബളിപ്പിക്കലല്ലേ എന്നുള്ളതാണ്. അത് കറക്റ്റ് പോയിന്റ്. അദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യത്തിന് എനിക്കും അർത്ഥമൊന്നും പറയാനില്ല. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞ, ഈഴവ സമുദായത്തിന് കീഴിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും മലപ്പുറത്തില്ല. മലപ്പുറത്ത് ഒരു അൺഎയ്ഡഡ് കോളേജ് പോലും തങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. ലീഗ് ഈഴവ സമുദായത്തെയും തന്നെയും ചതിച്ചു. മലപ്പുറം മുസ്ലിമുകളുടെ ഒരു രാജ്യമല്ല. പരാമർശങ്ങൾ തെറ്റായ രീതിയിൽ വളച്ചൊടിക്കുകയാണ്. അതായത് ഇതും വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു, അദ്ദേഹം അത് പറഞ്ഞു. അപ്പൊ ചർച്ചയായി. അപ്പൊ അദ്ദേഹം വിശദീകരണം കൊടുത്തു. ക്ഷമിക്കുന്നു പറഞ്ഞാലും കുഴപ്പമില്ലെന്നേ. അല്ല, പറഞ്ഞതിനേക്കാളും കിടുക്കം വിശദീകരണമാണ്. ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ആ പറയേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇത്തരത്തിൽ മതത്തിന്റെ നിറം കൊടുത്ത് അതിനെ മാറ്റി നിർത്തുക. ഇതിൽ കോൺഗ്രസ് ഒന്നും മിണ്ടിയിട്ടില്ല, CPM മിണ്ടിയിട്ടില്ല. ഇല്ല, അത് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു വരുമ്പോൾ പിണറായി വെള്ളാപ്പള്ളിയെ കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും പറയില്ല. എന്തായി പറയണത്? 36%, 36-35% വോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഏതാണ്ട് 17-18% ഇപ്പൊ ലോകസഭയിൽ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് ചോർന്നു പോയി. അപ്പൊ പിന്നെ എങ്ങനെ വെള്ളാപ്പള്ളി ഇദ്ദേഹം പറയും? പിണറായി പല കാര്യങ്ങളുണ്ടെന്നേ. ഇനിയുള്ള നിലപാടുകൾ കോൺഗ്രസും പറയില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം ഇടതുപക്ഷത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ നിൽക്കുന്നത്, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അല്ല, അദ്ദേഹത്തിന്റെ മകൻ നിൽക്കുന്നത് BJP-യിലാണ്. അപ്പോ ഇനിയിപ്പോ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പിണങ്ങിയാലും ഇപ്പുറത്ത് ചേക്കേറാൻ വഴിയുണ്ട്. അങ്ങനെയൊന്നും അദ്ദേഹം പോവില്ല. അദ്ദേഹത്തിന്റെ ഒരു വലിയ കേസൊക്കെ അവിടെ കണിച്ചുകുളങ്ങര ഒരാൾ ആത്മഹത്യ ചെയ്ത കേസ് ഉൾപ്പെടെയുള്ള പല കേസുകൾ അദ്ദേഹത്തിന്റെ ഉണ്ട്. അദ്ദേഹത്തിന് ഇപ്പൊ പിണറായി ആവശ്യമുണ്ട്. പിണറായി നമുക്കിപ്പോ ഈ മധുര പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ സംസാരിച്ച് നിർത്തിയ വിഷയം എന്ന് പറയുന്നത്, പിണറായിക്ക് ഒരു താഴ്ച ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷത്തിന് എത്രത്തോളം ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തി പിണറായി നേരിട്ടതുപോലെ നേരിടാൻ കഴിയുമെന്നുള്ളത് ചോദ്യമല്ലേ. ഒരു പിണറായിയെ കൊണ്ട് അവസാനിക്കില്ല എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറഞ്ഞു വെക്കാൻ പറ്റും. വേറെ ആൾക്കാരൊക്കെ വരും, ആൾക്കാർ വരും. പക്ഷേ ചില കാര്യങ്ങളിൽ പിണറായിയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അത് പാർട്ടിയെ നയിച്ചുള്ള അനുഭവം, കുതികാൽ വെട്ടിയുള്ള അനുഭവമായിരിക്കാം അദ്ദേഹം കാണിക്കുന്നത്. അവിടെ എനിക്ക് തിരിച്ചു പറയാനുണ്ട്, വെള്ളാപ്പള്ളിക്ക് അതിനുള്ള കഴിവുണ്ട്. ഒരു പിണറായി പോയാൽ മറ്റൊരാൾ വന്നാൽ അയാളെത്തും പിടിച്ചു നിൽക്കാനുള്ള. അപ്പൊ ഈ പറഞ്ഞ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞതിനെ വെറുതെ അങ്ങ് പറഞ്ഞതാണ് എന്ന് തള്ളാൻ എനിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഈ വിശദീകരിച്ചപ്പോ പറഞ്ഞ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞതിൽ ഒന്നിനും ഉത്തരവില്ല. എന്തുകൊണ്ട് ഒരു മെമ്പർ പോലും ഇല്ലാത്തത്? അത് പറയുമ്പോൾ അവർക്കൊരു ആളുടെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ലീഗിൽ ഒരു നേതാവ്, ഒരു ഹിന്ദു പേര് ഞാൻ കേട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിൽ ഒരു പേര് രാമൻ എന്നോ എങ്ങോട്ടോ പറഞ്ഞൊരു നേതാവുണ്ട് അവരുടെ. ഞാൻ മലപ്പുറത്ത് ഞാൻ ഈ ചന്ദ്രിക പത്രത്തിൽ എനിക്ക് എല്ലാ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് തിരുവനന്തപുരത്തെ. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ രാമൻ എന്ന് പേരുള്ള ഒരു രാമനോ മറ്റോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി പോകുന്നില്ല. ഞാൻ പറയുന്ന ഒരു രാമൻ മാത്രമല്ല, തീർച്ചയായിട്ടും അദ്ദേഹം ചോദിച്ച കറക്റ്റ് ചോദ്യം തന്നെയാണ്. ഒരു പഞ്ചായത്തിൽ പോലും ഇവർക്ക് മറ്റൊരു ജാതിയിലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്നതേ മതേതര പാർട്ടി എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ മതം പറയുന്ന ഒരു പാർട്ടിയാണ്, വർഗീയ വിഷം പറയുന്നവരാണ്. അപ്പൊ അവർക്ക് കൊട്ടാനുണ്ടായിരുന്നു
ഇതിൽ പറയുന്ന ഈ പറഞ്ഞൊരു കാര്യം കേട്ടപ്പോഴേ വിദ്യാഭ്യാസ സ്ഥാപനം മലപ്പുറത്ത് ഇല്ല എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ സ്വന്തം ഒരു വിഷമം കൂടിയാ പറഞ്ഞത്. അദ്ദേഹത്തിന് അവിടെ ഒരു കോളേജ് വേണം, അതിനുള്ള നടപടി ചിലപ്പോ അങ്ങനെയും പറയുന്ന നോക്കാം. അതിനുള്ള നടപടിയൊക്കെ നോക്കിയപ്പോ ഒന്നും നടന്നില്ല എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊക്കെ വേറൊരു കാര്യം അറിയോ, ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ വർക്കല ഒരു കോളേജിൽ എന്റെ മോൾക്ക് ഒരു അഡ്മിഷന് വേണ്ടി ഞാൻ പോയിരുന്നു. ഇപ്പൊ നമ്മൾ തന്നെ മെറിറ്റിൽ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയാണ് പോയത്. എത്ര രൂപ എന്നറിയോ ഈ കോളേജുകാർ വാങ്ങുന്നത്? ഈ പറയുന്ന ഒരു ഇതൊന്ന് കിട്ടുന്ന പറഞ്ഞാൽ അവിടുന്ന് ആൾക്കാരുടെ വരുമാനം കൂടെ എന്നോട് ഇതുപോലെ തന്നെ മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോളേജിൽ ചെന്ന സമയത്ത് അദ്ദേഹം അതായത് ഈഴവ സമുദായത്തിൽ പഠിച്ച മാർക്ക് അത്യാവശ്യമുള്ള പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എന്നിട്ട് പോലും ഇത്ര തരാമെങ്കിൽ മാത്രം. അത് ഇദ്ദേഹം മാത്രമല്ല കേട്ടോ, പറയുന്ന പലരും ഉണ്ട്. മറ്റ് സാമുദായിക സംഘടനകളുടെ കോളേജുകളുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ പുറത്തു വന്നു എന്നുള്ളത് മാത്രമാണ്, പലരും അടച്ചു വയ്ക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ മലപ്പുറത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു കോളേജ് വരിക, അവിടുന്ന് SNDP സമുദായത്തിന് സംഘടനയ്ക്ക് ഒരു കുറച്ച് എമൗണ്ട് വരിക, അതൊക്കെ അദ്ദേഹം കാലങ്ങളായി ശ്രമിക്കുന്നു, നടക്കുന്നില്ല. അതിന്റെ ഒരു ദണ്ണം കൂടി ഉണ്ടാകാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വേറൊരു സംഗതിയുണ്ട്, അദ്ദേഹം പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. മലപ്പുറത്ത് ഈ മെജോറിറ്റി ഈ പറയുന്ന ആൾക്കാരുടെ മെജോറിറ്റിയിൽ ഈ ആൾക്കാർക്ക് ഒരു പ്രയോറിറ്റിയും കിട്ടുന്നില്ല എന്നുള്ള കാര്യം വളരെ കറക്റ്റ്. മാത്രമല്ല അത് ഒരു പ്രത്യേക രാജ്യമാണെന്ന് അദ്ദേഹം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അത് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു രീതി അനുസരിച്ചത് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതി ചേട്ടന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അത് അദ്ദേഹം പറയണമെന്ന്, അതായത് മനഃപൂർവ്വം പറഞ്ഞു എന്ന് പറയുമ്പോഴും പറയിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ പോലെ ഒരാൾ അത് പറഞ്ഞത് എന്നുകൂടി. പക്ഷെ പഴയതുപോലെ ഈ പറയുന്ന ലീഗ് നേതാക്കളുടെ മറുപടിക്കൊന്നും ഇനി ഒരു പഞ്ച് കിട്ടാൻ സാധ്യതയില്ല. കാര്യം മുഖ്യമന്ത്രി വരെ മലപ്പുറത്തിനെ ഇങ്ങനെ പരാമർശിച്ചിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയോളം വരത്തില്ല ഏതായാലും വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ. വെള്ളാപ്പള്ളി വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ലെന്നും നിങ്ങൾ ഈ ജാതി സമത്വവും ജാതിയില്ല മതമില്ലെന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ചോദ്യമാണ്. നിങ്ങൾക്കൊരു പഞ്ചായത്ത് ഇലക്ഷന് ഒരു വേറൊരു ജാതിക്കാരനെ നിർത്തി ഏണിയിൽ മത്സരിപ്പിച്ച് നിങ്ങൾക്കൊരു വാർഡിൽ നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി അതിൽ കൂടുതൽ ചോദ്യം വേണ്ട. പിണറായിയേക്കാൾ വലിയ ചോദ്യം പറച്ചിലൊന്നുമല്ല വെള്ളാപ്പള്ളി പറഞ്ഞത്. ഇത്രയും ക്രോസ് വിസ്താരം ചെയ്യണം, എന്തുകൊണ്ട് പിണറായി ചെയ്തില്ല? തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ പറയുന്ന പിണറായി ക്രോസ് വിസ്താരമൊക്കെ ചെയ്തു. പക്ഷേ ഈ പറയുന്ന പോലെ സാമുദായിക നേതാക്കളൊന്നും ഇറങ്ങി അങ്ങനെ ആഴത്തിൽ കൊത്തിപ്പറിച്ചൊന്നുമില്ല. ഇതിപ്പോ വെള്ളാപ്പള്ളി മുനീർ വരെ പറഞ്ഞു അല്ലേ, MK മുനീർ വരെ സംസാരിച്ചു ഇതിനെ കുറിച്ച്. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ അതിനുള്ള മറുപടി ഇന്നലെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു ഏതാനും ശകലം മാത്രം കോർത്തെടുത്തുകൊണ്ട് ഇങ്ങനെ കുറെ അങ്ങ് വർത്തമാനം പറഞ്ഞെങ്കിൽ മറുപടി വളരെ വ്യക്തമായ ഒരു പഞ്ചിങ് ആയിട്ടുള്ള മറുപടിയാണ്. ഇതിനെന്ത് മറുപടി ഇവർക്ക് പറയാൻ പറ്റും? ഞാനീ പറഞ്ഞ ഒരു രാമനുണ്ട്, ശരിയാണ്. വേറെ ഏതെങ്കിലും കൃഷ്ണനെയൊക്കെ ഇവർക്ക് നിർത്താൻ പറ്റുമോ എന്നുള്ളത് ഇവരൊന്ന് പറയട്ടെ. കോണി ചിഹ്നത്തിൽ ഒരു പഞ്ചായത്ത് ഇലക്ഷന് ഒരു ആളിനെ, മറ്റൊരു ജാതിക്കാരനെ, ജാതി സമത്വം പറയുന്ന ഇവർ നിർത്തുമോ എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ കുടുംബം അല്ലെങ്കിൽ തങ്ങൾ പറയട്ടെ. അത് നമുക്ക് കാത്തിരിക്കാം.